നമസ്തേ. പ്രധാനമന്ത്രിയാകാൻ വസ്ത്രം തുന്നിവെച്ച് ഡൽഹി ലക്ഷ്യമാക്കി അലറിവിളിച്ച് നടന്ന ബംഗാളിലെ ആ വെള്ളക്കടുവയ്ക്ക് ഒടുവിൽ എന്തുപറ്റി? 4ാം വട്ടവും ബംഗാൾ മുഖ്യമന്ത്രിയായി കസേരയുറപ്പിച്ച് ഭരണം അനന്തരവൻ അഭിഷേക് ബാനർജിയെ ഏൽപ്പിച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കുതിക്കാൻ മമതാ ബാനർജി നടത്തിയ മഹാപരിശ്രമങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ദേശീയതലത്തിൽ പോയിട്ട് സ്വന്തം സംസ്ഥാനത്ത് പോലും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വിശ്വസ്തനായ ഒരാളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് ഇന്ന് കൂപ്പുകുത്തിയിരിക്കുന്നു. പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്നും കൗതുകകരവും അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതീവ ഗുരുതരവുമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ കടുത്ത ആഭ്യന്തര പ്രതിസന്ധികൾക്കൊടുവിൽ TMCയുടെ പശ്ചിമബംഗാൾ യൂണിറ്റ് പ്രസിഡന്റായിട്ട് മമതാ ബാനർജി ഔദ്യോഗികമായി സ്വയം ചുമതലയേറ്റിരിക്കുകയാണ്. എന്താ അല്ലേ? സംസ്ഥാന പ്രസിഡന്റായിട്ട് നിയമിതയായി ആഴ്ചകൾക്കകം മുതിർന്ന നേതാവ് ചന്ദ്രിമ ഭട്ടാചാര്യ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചതോടെയാണ് മമതയ്ക്ക് ഈ ഗതികേടുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്തി ദേശീയ പാർട്ടി ചമയാൻ നോക്കിയ TMCയുടെ ബംഗാൾ കോട്ടകൾ ഇപ്പോൾ എങ്ങനെയാണ് തകരുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രിയാകാൻ വസ്ത്രം തുന്നിവെച്ചതാണ്. അതിനു മുൻപ് 4ാം വട്ടം ബംഗാൾ മുഖ്യമന്ത്രിയായി അനന്തരവൻ അഭിഷേക് ബാനർജിയെ ഏൽപ്പിച്ച് പ്രധാനമന്ത്രി കസേരയിലേക്ക് കടക്കാൻ നടത്തിയ മഹാപരിശ്രമം വൻ പരാജയമായി. പെൺപുലിയാണെന്ന് സ്വയം പറഞ്ഞും പ്രചരിപ്പിച്ചും അലറി നടന്ന വെള്ളക്കടുവ ഇപ്പോൾ എലിയായി മാറി. കേരളത്തിലും സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച തൃണമൂൽ കോൺഗ്രസ് പാർട്ടി പൊട്ടിത്തകർന്നു. ഇപ്പോൾ പാർട്ടിയുടെ ബംഗാൾ ഘടകം അധ്യക്ഷ സ്ഥാനത്തേക്ക് ആളെ കിട്ടാത്തതിനാൽ ആ പദവി സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. പാർട്ടിയിലെ കടുത്ത ആഭ്യന്തര പ്രതിസന്ധികൾക്കിടയിലാണ് പാർട്ടിയുടെ മേധാവി മമതാ ബാനർജി പാർട്ടിയുടെ പശ്ചിമ ബംഗാൾ യൂണിറ്റിന്റെ പ്രസിഡന്റായിട്ട് ഔദ്യോഗികമായി ചുമതലയേറ്റിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റായിട്ട് നിയമിതയായി ആഴ്ചകൾക്കകം ശേഷം മുതിർന്ന നേതാവ് ചന്ദ്രിമ ഭട്ടാചാര്യ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചതിനെ തുടർന്നാണ് ഈ നടപടി. നിരവധി കൂറുമാറ്റങ്ങളും ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങളും കാരണം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ബാനർജി വിമത വിഭാഗത്തെ ശക്തമായി വിമർശിക്കുകയും അവർ BJPയുടെ താൽപര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തു. പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിനു പകരം BJPയിൽ പരസ്യമായി ചേരാൻ അവർ വിമത നേതാക്കളെ വെല്ലുവിളിച്ചു. ഐക്യത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ മമതാ ബാനർജി സമീപകാല രാഷ്ട്രീയ തിരിച്ചടികളും സംഘടനയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നിട്ടും TMC ഒരുമിച്ച് പോരാടുന്നത് തുടരുമെന്നും പറഞ്ഞു. സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ ആഭ്യന്തര വെല്ലുവിളികളിൽ ഒന്ന് നേരിടുന്ന TMCക്ക് നിർണായക സമയത്താണ് നേതൃമാറ്റം. നിരവധി നേതാക്കൾ പാർട്ടിയിൽ നിന്ന് അകന്നു. ഇത് പാർട്ടിയുടെ സംഘടനാ ഘടനയെ ചൊല്ലി അധികാര പോരാട്ടത്തിലേക്ക് നയിച്ചു. സംസ്ഥാന യൂണിറ്റിനെ വ്യക്തിപരമായി നയിക്കാനുള്ള മമതാ ബാനർജിയുടെ തീരുമാനം പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും പ്രവർത്തകർക്കിടയിൽ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഒരു ശ്രമമായി കണക്കാക്കപ്പെടുന്നു. അതേസമയം TMCക്കുള്ളിലെ അധികാര പോര് കൂടുതൽ രൂക്ഷമാകുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. പശ്ചിമ ബംഗാളിലെ പ്രധാന പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം കൊൽക്കത്തയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തന ആസ്ഥാനമായിട്ടുള്ള തൃണമൂൽ ഭവൻ അങ്ങ് കൈവശപ്പെടുത്തി. പൂട്ടുകൾ മാറ്റി പുതിയ പോസ്റ്ററുകൾ സ്ഥാപിച്ചു. ഇനി മുതൽ പാർട്ടിയുടെ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും ഇവിടെ നിന്നായിരിക്കുമെന്ന് വിമത നേതൃത്വം പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പാർട്ടിയുടെ പേരും ചിഹ്നവും ആ സംഘടനയും തങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇവരുടെ ഈ നിർണായക നീക്കം. റിപ്പോർട്ട് പ്രകാരം പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് പാർട്ടി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. കൊൽക്കത്തയിലെ EM ബൈപ്പാസിലുള്ള പാർട്ടിയുടെ പ്രവർത്തന ആസ്ഥാനമായിട്ടുള്ള തൃണമൂൽ ഭവനിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത നേതാക്കൾ കെട്ടിടത്തിലെത്തി. ഫിർഹാദ് ഹക്കീം, ജാവേദ് ഖാൻ, സന്ദീപൻ സാഹ, പാർട്ടി ട്രഷറർ അക്രുസമാൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നേതാക്കൾ കെട്ടിടത്തിനുള്ളിൽ യോഗം ചേർന്നു. തുടർന്ന് പ്രധാന പ്രവേശന കവാടത്തിലെ പൂട്ടുകൾ മാറ്റി പുതിയ പൂട്ടുകൾ സ്ഥാപിച്ചു. കെട്ടിടത്തിന് പുറത്തുണ്ടായിരുന്ന പഴയ ബോർഡുകളും പോസ്റ്ററുകളും മാറ്റി. വിമത വിഭാഗത്തിന്റെ പുതിയ നേതൃഘടന വ്യക്തമാക്കുന്ന പോസ്റ്ററുകൾ സ്ഥാപിച്ചു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട നേതാക്കൾ പറഞ്ഞു, ഇനി മുതൽ ഇതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും ഈ ഓഫീസിൽ നിന്നായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ നീക്കത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെ വലുതായിരുന്നു. കാരണം വെറും ഒരു ദിവസം മുൻപാണ് ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ന്യൂദില്ലിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൂർണ്ണ ബെഞ്ചിന് മുന്നിൽ ഹാജരായത്. പാർട്ടിയുടെ പേര്, തെരഞ്ഞെടുപ്പ് ചിഹ്നം, സംഘടനാ നേതൃത്വം, പാർട്ടി ആസ്തികൾ എല്ലാത്തിന്മേലും അവകാശം ഉന്നയിച്ചായിരുന്നു വിമത വിഭാഗത്തിന്റെ വാദം. നിയമസഭയിലെ ഭൂരിപക്ഷ പിന്തുണ ഇപ്പോൾ തങ്ങൾക്കാണെന്നും അതിനാൽ യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് തങ്ങളാണെന്നും അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. ആ അവകാശവാദം സംഘടനാ തലത്തിലും ശക്തിപ്പെടുത്താനുള്ള ശ്രമമായാണ് ഇപ്പോഴത്തെ ഈ ഓഫീസ് ഏറ്റെടുക്കൽ വിലയിരുത്തപ്പെടുന്നത്.
അതേസമയം കൊൽക്കത്തയിലെ മെട്രോപൊളിറ്റൻ മേഖലയിലുള്ള ഈ ഓഫീസ് 2022 മുതൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തന ആസ്ഥാനമായിരുന്നു. പാർട്ടിയുടെ പഴയ ആസ്ഥാനം നവീകരണത്തിനായി അടച്ചതോടെയാണ് പ്രവർത്തനം ഇവിടെ നിന്ന് ആരംഭിച്ചത്. മമതാ ബാനർജിയുടെ കാളികട്ട് വസതിയാണ് ഇപ്പോഴും പാർട്ടിയുടെ കേന്ദ്ര ഓഫീസ്. മാധ്യമങ്ങളോട് സംസാരിച്ച പാർട്ടി ട്രഷറർ അക്രുസമാൻ പറഞ്ഞു, ഞങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ്, അതുകൊണ്ട് ഈ ഓഫീസ് തൃണമൂൽ കോൺഗ്രസിൻ്റെതാണ് എന്ന്. കെട്ടിട ഉടമയുമായുള്ള കരാർ പൂർത്തിയായിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും ഇവിടെ നിന്നായിരിക്കുമെന്നാണ് അക്രുസമാൻ പറഞ്ഞത്. ഓഫീസിന് പുറത്ത് സ്ഥാപിച്ച പുതിയ പോസ്റ്ററുകളാണെങ്കിലും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കാരണം അതിൽ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ചിത്രമൊന്നുമില്ല. പകരം മുതിർന്ന MLA ആയിട്ടുള്ള അരൂപ് റോയിയാണ് പാർട്ടി ചെയർമാനായി ചിത്രീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം വിമത വിഭാഗം ചേർന്ന പ്രത്യേക സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പുതിയ നേതൃഘടന തന്നെയാണ് ഈ പോസ്റ്ററുകളിലും പ്രതിഫലിക്കുന്നത്. എന്നാൽ ഓഫീസിനുള്ളിൽ നേരത്തെ സ്ഥാപിച്ചിരുന്ന മമതാ ബാനർജിയുടെ ചിത്രങ്ങളും കട്ടൗട്ടുകളും ഒക്കെ നീക്കം ചെയ്തിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ ഓഫീസിൽ നിന്നായിരിക്കും പ്രവർത്തനമെന്ന് ഋതബ്രത ബാനർജി പ്രഖ്യാപിച്ചു. ഇതിനിടെ മമതാ ബാനർജി പക്ഷം ഉടൻ തന്നെ രംഗത്തെത്തി. മുതിർന്ന നേതാവ് കുനാൽ ഘോഷ് ഓഫീസിലെത്തിയെങ്കിലും പുതിയ പൂട്ടുകൾ കാരണം അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പ്രഗതി മൈതാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കേന്ദ്രസേനയും വിന്യസിച്ചു. അതേസമയം ഓഫീസ് ബലപ്രയോഗത്തിലൂടെ കയ്യേറിയെന്ന് ആരോപിച്ച് മമതാ വിഭാഗം പോലീസിൽ പരാതി നൽകി. മാധ്യമങ്ങളോട് പ്രതികരിച്ച കുനാൽ ഘോഷ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഒരിക്കലും പൂട്ട് പൊളിച്ച് അകത്ത് കയറില്ല. എല്ലാ വിവരങ്ങളും മമതാ ബാനർജിയും പാർട്ടി നേതൃത്വത്തെയും അറിയിക്കും. സംഭവത്തെ അദ്ദേഹം നിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ചു. പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് വിമത വിഭാഗം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. 2027 വരെ കെട്ടിട ഉടമയുമായി സാധുവായ കരാർ തൃണമൂൽ കോൺഗ്രസിനുണ്ടെന്നും കുനാൽ ഘോഷ് അവകാശപ്പെട്ടു. ഓഫീസ് ഏറ്റെടുക്കലിന് സംസ്ഥാന ഭരണകൂടത്തിന്റെയും പോലീസിന്റെ മൗന പിന്തുണ ലഭിച്ചെന്ന ഗുരുതര ആരോപണം മമതാപക്ഷം ഉന്നയിച്ചു. എന്നാൽ ഈ ആരോപണം വിമത നേതാക്കൾ പൂർണ്ണമായും തള്ളി. ഇതിനിടെ ഈ കെട്ടിടത്തിന്റെ ഉടമയായിട്ടുള്ള മനോജ് സാഹയുമായുള്ള കൂടിക്കാഴ്ചകൾക്കും ശേഷമാണ് നടപടി സ്വീകരിച്ചതെന്ന് വിമത വിഭാഗത്തിലെ വൃത്തങ്ങൾ പറയുന്നു. മോഡേൺ ഡെക്കറേറ്റിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് മനോജ് സാഹ. വർഷങ്ങളായി തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന പൊതുപരിപാടികൾക്കുള്ള വേദികൾ ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാപനമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായിട്ട് പാർട്ടിയുമായുള്ള ബന്ധം വഷളായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കാണ്. രണ്ട് വിഭാഗങ്ങളുടെയും പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അംഗീകൃത ഭാരവാഹികൾ, പാർട്ടിയുടെ നിയന്ത്രണം എന്നിവ സംബന്ധിച്ച രേഖകളും മറുപടികളും ജൂലൈ 6 വൈകിട്ട് 5:30 സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിരവധി കൂറുമാറ്റങ്ങളും അധികാര തർക്കങ്ങളും കാരണം സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ ആഭ്യന്തര വെല്ലുവിളിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിമത നേതാക്കൾ പാർട്ടിക്കുള്ളിലിരുന്ന് അസ്വസ്ഥത സൃഷ്ടിക്കാതെ BJPയിൽ ചേരാൻ മമതാ ബാനർജി വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും പാർട്ടി പ്രവർത്തകർക്കിടയിലെ ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വ്യക്തിപരമായി സംസ്ഥാന യൂണിറ്റിനെ നയിക്കാനുള്ള മമതയുടെ തീരുമാനം പാർട്ടിയെ രക്ഷിക്കാനുള്ള അവസാന ശ്രമമാണ്. എന്നാൽ കേന്ദ്രത്തിൽ ഭരണം സ്വപ്നം കണ്ട നേതാവിന് സ്വന്തം സംസ്ഥാനം കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.